ഓം ശ്രീ ആഞ്ജനേയ നമ. MSB4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി വ്യാഴമാറ്റം അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏതൊക്കെ നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് വ്യാഴമാറ്റം സ്വാധീനിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വ്യാഴമാറ്റം കൊണ്ട് തുലാം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ, അതുപോലെ വൃശ്ചികം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ, ഇവരെ എങ്ങനെയാണ് വ്യാഴം സ്വാധീനിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. നിലവിൽ ദേവ ഗുരുവായ വ്യാഴം ഗ്രഹം നിൽക്കുന്നത് ഇടവം രാശിയിലാണ്. ഇടവം രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് വ്യാഴം 2025 മെയ് 15 വ്യാഴം മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുലാം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര അവസാന പകുതി, അതുപോലെ ചോതി നക്ഷത്രം, വിശാഖം മുക്കാൽ ഭാഗം, ഇവർക്ക് എങ്ങനെയാണ് വ്യാഴം സ്വാധീനിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ, അതായത് 2025 മെയ് മാസം ആകുമ്പോൾ, മെയ് പകുതി ആകുമ്പോൾ തുലാം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് 9ാം ഭാവത്തിലേക്ക് വ്യാഴഗ്രഹം വരികയാണ് ചെയ്യുന്നത്. 9ാം ഭാവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള ഭാഗ്യം നിങ്ങൾക്ക് കടാക്ഷിച്ച് നിൽക്കാൻ പോകുന്നു. അതുപോലെ നല്ല രീതിയിലുള്ള ധനം ആർജിക്കാനുള്ള ഒരു സമയം. നിങ്ങൾ പിതാവിനെ കൂടുതൽ ബഹുമാനിക്കുന്ന ആളുകളാവും. പിതാവിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടൊക്കെ കിട്ടാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് 2025 മെയ് മുതൽ അങ്ങോട്ടുള്ള ഒരു വർഷം. അതുപോലെ ജോലിയിലുള്ള നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ജോലിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉയർച്ചകൾ, അതുപോലെ നിങ്ങൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വ്യാഴം കടാക്ഷിച്ച് കൂടെ നിൽക്കും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാനിങ് ഉള്ളവർ 2025 മെയ് മാസം കഴിയുമ്പോൾ മുതൽ അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാവുന്നതാണ്. നല്ല സമയമാണ്. വ്യാഴം നല്ല ശുഭ വീക്ഷണത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. മെയ് മാസം അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി, അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്താൽ മതി. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അത് നല്ല ശ്രേണിയിൽ എത്തിച്ചേരുന്നു ഈ തുലാം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിലുള്ള പഠന മികവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എത്തിച്ചേരുന്നു. നിങ്ങളുടെ കുട്ടികൾ പഠനം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ജോലിയിൽ കയറാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള നല്ല വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. പ്രത്യേകിച്ച് ഈ നക്ഷത്ര ജാതകരായിട്ടുള്ള സ്റ്റുഡൻസ് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വളരെ നല്ല സമയമാണ്. 2025 മെയ് മാസം മുതൽ നല്ല സമയമാണ്. അവരുടെ കൂടെയും വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് കുടുംബപരമായിട്ടുള്ള നല്ല ഐശ്വര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല സമാധാനം, മാനസിക ക്ലേശങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ നിങ്ങളെ നയിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025 മെയ് മുതൽ പിന്നെയുള്ള ഒരു വർഷക്കാലം. കാരണം വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. അപ്പൊ നിലവിൽ ഇടവം രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് വ്യാഴം മാറുന്നു. അപ്പൊ മിഥുന രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ അതായത് ബുധന്റെ സ്വക്ഷേത്രമാണ് മിഥുനം രാശി. അപ്പം വ്യാഴം നല്ല ശോഭനമായിട്ട് നിങ്ങളെ കടാക്ഷിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ പ്രണയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നല്ല രീതിയിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം കിട്ടാൻ പോകുന്നു. നിങ്ങൾക്കും നല്ല വാർത്തകളൊക്കെ കേൾക്കാൻ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശുഭമായി വ്യാഴം നിൽക്കുന്നു. കല്യാണം തടസ്സമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നു. പ്രത്യേകിച്ച് പുതിയതായിട്ട് വിവാഹം ആലോചിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും ഈ വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളുടെ കുട്ടികൾ തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം. അവർ ഉരുണ്ട് വീഴാതെ, അങ്ങനെയുള്ള ചെറിയ ബാലാരിഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ചെറിയ കുട്ടികൾ ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല ധനപരം, നല്ല ഭാഗ്യം, കടാക്ഷം, അതുപോലെ ഗുരുക്കന്മാരുടെ പൂർണ്ണ അനുഗ്രഹം, ഇതെല്ലാം നിങ്ങൾക്ക് ഈ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടാണ് വ്യാഴം നിൽക്കാൻ പോകുന്നത്. അതുപോലെ വൃശ്ചികം കൂറിൽ വരുന്ന
നക്ഷത്ര ജാതകരായ വിശാഖം അവസാന കാൽഭാഗം, അതുപോലെ അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, ഇവർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് എങ്ങനെയൊക്കെയാണ് വ്യാഴം സ്വാധീനിക്കാൻ പോകുന്നത്, ഇതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ, ഇവർക്ക് വ്യാഴമാറ്റത്തോടു കൂടി 8ാം ഭാവത്തിലേക്ക് വ്യാഴം മാറാൻ പോവുകയാണ് ചെയ്യുന്നത്. 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെറിയ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്, കാരണം ദുർബുദ്ധി കാണിക്കുന്നുണ്ട്. എടുത്തു ചാടി നിങ്ങൾ പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണ പരാജയമായിരിക്കും. അത് നിങ്ങളെ വളരെയധികം, അതിന്റെ കോൺസിക്വൻസ് വളരെയധികം വലുതായിരിക്കും. അത് പിന്നെ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും അതൊന്ന് പ്ലാനിങ് ചെയ്ത് നല്ല രീതിയിൽ ഉള്ള തീരുമാനമാണ്. എടുത്തു ചാടി ഒരു ഡിസിഷൻസ് എടുക്കാതെ ഇരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ എടുത്തു ചാടിയുള്ള ഡിസിഷൻസ് എടുക്കാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ടുള്ള ഡിസിഷൻ ആണെങ്കിലും, അതുപോലെ വിദ്യാഭ്യാസപരമായുള്ള ഡിസിഷൻ, കല്യാണം, അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. വളരെ ആലോചിച്ച് മാത്രം ഒരു തീരുമാനം എടുക്കുക. പിന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു സമയം കൂടിയാണ്. പക്ഷേ അല്ലാത്ത മേഖലകളിൽ, അല്ലാത്ത പ്രൈവറ്റ് സെക്ടേഴ്സിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം 8ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ വീക്ഷിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഹയർ ഒഫീഷ്യൽസ്, നിങ്ങളുടെ മാനേജേഴ്സ്, അവരെ പ്രീതിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള പ്രശ്നം ഉണ്ടാവും. നിങ്ങളുടെ ജോലിയിലുള്ള തടസ്സം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോകുന്നു, അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് വൃശ്ചികം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ. പക്ഷെ നിങ്ങൾക്ക് കുടുംബപരമായിട്ട് വളരെ നല്ല സമാധാനത്തോടു കൂടി പോകാൻ സഹായിക്കുന്നു. പിന്നെ ആത്മീയപരമായിട്ട്, നിങ്ങൾ ദൈവികപരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്ന സമയം കൂടിയാണ് ഈ വ്യാഴമാറ്റം. അതിന് വ്യാഴം നിങ്ങളെ സഹായിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കൂടുതലായും ഈ വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കൂടുതലായും ഈ വ്യാഴമാറ്റം മൂലം സംഭവിക്കാൻ പോകുന്ന നല്ല മടിയാണ്. എന്ത് കാര്യം ചെയ്താലും ഒരു മടി നിങ്ങളെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും, പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പം ഒരു കാര്യത്തിനും മടി വിചാരിക്കാതെ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ധനപരമായി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ്. മടി ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം വ്യാഴഗ്രഹം, വ്യാഴഗ്രഹത്തിനെ നമ്മൾ പ്രീതിപ്പെടുത്തുക. പ്രത്യേകിച്ച് വ്യാഴ മന്ത്രമായ ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും. ഈ വ്യാഴമന്ത്രം ദിവസവും പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ജപിക്കുക. അതുപോലെ വൈഷ്ണവ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം ദർശനം വളരെ ഉത്തമമാണ്. യഥാശക്തി വഴിപാടുകൾ നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിഷ്ണു മന്ത്രമായ ശുക്ലാം ഭരതരം വിഷ്ണുവും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ദായ സർവവിഘ്നോപശാന്തയെ, ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് എല്ലാ ദിവസവും ജപിക്കാവുന്നതാണ്. അതിന്റെ ഒരു കടാക്ഷം, വ്യാഴത്തിന്റെ പൂർണ്ണ കടാക്ഷം നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ ഇങ്ങനെയൊക്കെയാണ് വ്യാഴം സ്വാധീനിക്കാൻ പോകുന്നത്. അതായത് 2025 മെയ് മാസം മുതൽ മെയ് പകുതിയോടുകൂടി ഈ ഒരു 8ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള വീക്ഷണമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുക, നല്ല രീതിയിൽ പോവുക. അപ്പം പൂർണ്ണ ഐശ്വര്യ ഭാവത്തിൽ വ്യാഴം നിങ്ങളുടെ കൂടെ നിൽക്കും. പ്രത്യേകിച്ച് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കരുത്, ആലോചിച്ച് തീരുമാനം എടുക്കുക. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവര്, ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് വളരെ ആലോചിച്ച് തന്നെ തീരുമാനം എടുക്കണം. കാരണം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പണം കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ആർക്കും കടം കൊടുക്കരുത്. കടം കൊടുത്തു കഴിഞ്ഞാൽ അത് ശത്രുതയിലേക്ക് നയിക്കുന്ന ഒരു ഭാവം കൂടി ഞാൻ കാണുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായി പറയുന്നുണ്ട്, എൻ്റെ ഉപാസനമൂർത്തി ഹനുമാൻ സ്വാമിയാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള സ്ഥിതികൾ, ഗ്രഹസ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ, രാഹുദോഷം, ശനിദോഷം, അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്
നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി എന്നാൽ ആവുന്ന രീതിയിൽ ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല ഒരു വർഷമാകട്ടെ. 2025 വ്യാഴമാറ്റത്തോടുകൂടി വളരെ നല്ലൊരു വർഷം നിങ്ങൾക്ക് കടാക്ഷിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.